എല്ലാം നാടകമാ. ചേച്ചിയെ മണ്ടിയാക്കാൻ വേണ്ടിയുള്ള തട്ടിക്കൂട്ട് നാടകം. പ്രസാദേട്ടന് സാധാരണ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാ. അതാ പറഞ്ഞത്. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ ശിവതാണ്ഡവം ആടാൻ പോയതും അവിടെ യാഗം നടത്തി പ്രസാദ് സാറിന്റെ ജീവൻ രക്ഷിക്കാനായി എവിടുന്നോ അമൃത് കൊണ്ടുവന്നതും ഒക്കെ കെട്ടുകഥയാ. പ്രസാദ് സാറും തുളസിയും ആ ഡോക്ടറും ചേർന്നുണ്ടാക്കിയ വെറും കെട്ടുകഥ. എന്റെ ദുർഗേച്ചി പാവം അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. വ്രതം എടുത്ത അസുഖം മാറുമെങ്കിലേ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം തുളസിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസാദേട്ടന്റെ പ്ലേ ആയിരിക്കാം. നല്ല ദുർഗേച്ചി ആണ്. എല്ലാവരും ചേർന്ന് ചേച്ചിയെ വിഡ്ഢിയാക്കുക. ദേ, ഇനിയെങ്കിലും ചേച്ചി സ്വന്തം നിലപാടിൽ നിന്നിട്ടില്ലെങ്കിൽ നാളെ ആദ്യം ആ അലവലാതി പെണ്ണിന്റെ കൈയും പിടിച്ച് ഇവിടെ കേറി വരുമ്പോഴേ അവളെ നിലവിളക്കം വെച്ച് സ്വീകരിക്കേണ്ടി വരും ചേച്ചി. ദുർഗ വിഡ്ഢിയല്ല, വിഡ്ഢിയായി അഭിനയിക്കുകയായിരുന്നു എന്ന് പ്രസാദേട്ടന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. സുലു, എന്താ ചേച്ചി? ഈ കളിയുടെ അന്തിമ വിജയം ആർക്കാണെന്നറിയോ? ആ പെണ്ണിന് തന്നെ, തുളസിക്ക്. അല്ല, ദുർഗയ്ക്ക്. തുളസിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് ഈ ദുർഗ. അതവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആദ്യ പോലും അറിയാതെ അവന്റെ വിവാഹം എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് ഞാൻ ഏത് നിമിഷവും നടത്തും. ആ കാര്യത്തിൽ ആദിക്കും അവന്റെ അച്ഛനും ഇപ്പോ ഒരു സംശയം ഉണ്ടാവില്ല. ഉള്ളിലൊരു ഭയം, ഓർക്കുമ്പോ മാത്രം നടുങ്ങിപ്പോകുന്നൊരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിലാണ് ആദിയും പ്രസാദേട്ടനും ഇപ്പോ. തുളസി കൊണ്ടുവന്ന ആ ഏലസ് അറുത്തെറിയണം ചേച്ചി. നമുക്ക് നോക്കാലോ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. അവസരം വരും. പ്രസാദേട്ടൻ ഇനിയും തുളസിയെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ആ ഏലസിന്റെ സ്ഥാനം പിന്നെ പ്രസാദേട്ടന്റെ കയ്യിലായിരിക്കില്ല, ഇവിടുത്തെ അടുപ്പിലായിരിക്കും. എത്രയും വേഗം ആദ്യം മാതിരിയും തമ്മിലുള്ള വിവാഹം നടത്തണം. അവരായിരിക്കണം തുളസിക്കെതിരെ ഇനി കളിക്കേണ്ടത്. എങ്കി പറ, ആദ്യേട്ടന് ആരെയാ? ആദ്യേട്ടന് തുളസിയാണോ എന്നെയാണോ ശരിക്കും ഇഷ്ടം? തുളസി. ആദ്യേട്ടാ, പിന്നെ ഞാൻ എന്തിനാ ആദ്യേട്ടന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? അത് എന്റെ അമ്മയും നിന്റെ മാമൂസും പറഞ്ഞിട്ട്. അപ്പൊ ആദ്യേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്ന് ചോദിച്ചാ ഈ കളിയും ചിരിയും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഉള്ള ചിണുങ്ങലും എല്ലാം ആദ്യേട്ടന് ഇഷ്ടാണല്ലേ? ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അയ്യോ, നിന്ന് മോങ്ങാണ്ട് വരുന്നുണ്ടെങ്കിൽ ഇല്ല, ആദ്യേട്ടൻ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. ആ, എന്നാ പിന്നെ നീ അവിടെ തന്നെ നിന്നോ, ഞാൻ പോവാം. ആദ്യേട്ടാ. അയ്യോ, ഇതെന്തിനാ കരയുന്നേ? നിങ്ങളൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? എന്ത് കാഴ്ച? ഈ കഴുത എന്തോ കരഞ്ഞു തീർക്കുന്ന കാഴ്ച. ഇല്ല, ആ അതാണ് ഈ കാഴ്ച. ആദ്യേട്ടാ എന്നെ കഴുതാന്ന് വിളിക്കുന്നു. തുളസി, ഇവൾക്ക് നല്ല ഇടി വെച്ചു കൊടുക്ക ആദ്യേട്ടാ. പിന്നെ ഓ, ഇയാളാണോ നിന്റെ യജമാനൻ? യജമാനൊന്നും അല്ല, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. കഴുതയ്ക്കും കല്യാണോ? നിർത്തടി, നിനക്കെന്താ വകതിരിവില്ലേ? ആ, വകയുണ്ട്, തിരിവ് തീരെയില്ല. നിനക്ക് എന്നെ കണ്ട കഴുത എന്നാ തോന്നല്ലേ? ആ, ചിലർക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ മറ്റു പലർക്കും തോന്നും. അതുകൊണ്ടേ ആരെങ്കിലും പിടിച്ച് മൃഗശാലയിലാക്കിയെന്ന് വരും. നോക്കിയും കണ്ടുമൊക്കെ ജോഗിങ് നടത്തിക്കോ. ഇവിടെ അടുത്തൊരു മൃഗശാലയുണ്ട്. ഓ അതെ, നീ സൂക്ഷിച്ച മതി. നിന്നെ കണ്ടാലേ അത് പിന്നെ ഡോഗ് അല്ല, മങ്കി. യെസ്, അതെ, നിന്നെ കണ്ട മങ്കി പോലുണ്ട്, നല്ല കൊരങ്ങനെ പോലുണ്ട്. അതെയോ? എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ടോ? എനിക്ക് വയ്യ. എന്തേ, തീർന്നോ? തീർന്നില്ല, നീ നോക്കിക്കോ. നിന്നെക്കാളും കഴിവുള്ളവളാ ആതിര. എന്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞില്ല. കാശിന്റെ ആണോ അതോ മണ്ടത്തരത്തിന്റെ ആണോ? നീ നോക്കിക്കോ, ഒരു മത്സരം വരട്ടെ, അപ്പൊ കാണിച്ചു തരാം ആതിര ആരാന്ന്. അതെ, ഒന്ന് നിന്നേ. ഒരു അർജന്റ് ഫയല് ACP കൊണ്ട് സൈൻ ചെയ്യിച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. മുഖം കണ്ടിട്ട് ACP മാമനെ കാണാൻ പറ്റാത്ത പോലെ ഉണ്ടല്ലോ. ദുർഗേച്ചി സമ്മതിച്ചില്ല. സമ്മതിച്ചില്ലേ? ഇതെന്താ കുട്ടിക്കളിയാ? അർജന്റ് ഫയലാണെന്നല്ലേ പറഞ്ഞേ?
അതെല്ലാം ഞാൻ പറഞ്ഞു. ദുർഗേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഓഫീസ് ഡ്യൂട്ടി ചെയ്യുന്നതിലും തെറ്റിദ്ധാരണയോ? എന്താണെന്നറിയില്ല. ACP ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. സൈൻ വാങ്ങിക്കാതെ ഓഫീസിൽ ചെന്ന പ്രശ്നമാവില്ലേ? DGPയുടെ ഓർഡറാണ്. ചുരുക്കി പറഞ്ഞ ACP സാറിന്റെ സൈൻ വാങ്ങിക്കാതെ ചെന്ന അച്ഛന്റെ തൊപ്പി തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. ഓഫീസിൽ ചെന്നിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞയക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. അതല്ലല്ലോ നിവൃത്തി. അച്ഛനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അച്ഛൻ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അതിന്റെ കുറച്ചില് കോൺസ്റ്റബിൾ ജയശീലനല്ല, അയാളുടെ മകളായ തുളസിക്ക. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അച്ഛൻ വണ്ടി തിരിക്കേ. നീ എവിടേക്കാ? അച്ഛൻ വണ്ടി തിരിക്കുന്നേ. എടി, എനിക്ക് ഓഫീസിൽ പോണം. ഓഫീസിൽ പോണെന്നോ? നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? കോൺസ്റ്റബിളെ, ദുർഗമ്മ പറഞ്ഞ മാത്രം അനുസരിക്കോളോ? നീ സ്ഥലം പറ തുളസി. എനിക്ക് പോയിട്ട് ദേവമംഗലത്തേക്ക് വേറെ ആളെ പറഞ്ഞോടാനുള്ളതാ. അച്ഛൻ വണ്ടി തിരിക്കുക. ദേവമംഗലത്തേക്ക് വേറെ ആളൊന്നും പോണ്ട, അച്ഛൻ തന്നെ ധാരാളം. വേണ്ട മോളെ, വെറുതെ എന്തിനാ? ദുർഗേച്ചി സമ്മതിക്കില്ല. അതിന് ദുർഗാമ്മയെ കാണാനല്ലല്ലോ അച്ഛൻ പോകുന്നേ, ACP കാണാനല്ലേ? അതെ, പക്ഷേ അച്ഛൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് ദുർഗേച്ചി സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കുമെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ വണ്ടി എടുക്ക. ഞാൻ കുറച്ചു മുമ്പേ വന്നു പോയതേ ഉള്ളൂ. പ്രസവ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങാനോ? അല്ല, ജയനെപ്പോഴാ വന്നേ? ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ്. അരമണിക്കൂർ മുമ്പ് ഞാൻ റൂമിലുണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ ഉറങ്ങാണെന്ന് ആരാ ജയനോട് പറഞ്ഞേ? അത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ നിങ്ങളുടെ അളിയനും മോളും. ഞാൻ DGP തന്ന ഫയൽ സൈൻ ചെയ്യിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണോ അങ്കിൾ? ഇവരെ ആന്റി അറസ്റ്റ് ചെയ്യിക്കെന്ന് പറഞ്ഞു. ഒന്ന് വിഡ്ഢിതരം പറയാതിരിക്കേ. അച്ഛൻ ഫയലുമായിട്ട് വന്നപ്പോ ദുർഗാമ്മ അച്ഛനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞു. ഡ്യൂട്ടി ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ അയാളുടെ കർത്തവ്യം നിർവഹിക്കാൻ സമ്മതിക്കാത്തത് കുറ്റമല്ലേ മാമ? കുറ്റമാണ്. അവരെ അറസ്റ്റ് ചെയ്തൂടെ? തീർച്ചയായും. എന്നാ പിന്നെ എത്രയും വേഗം ദുർഗാമ്മയെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും മാമ. ഈ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തണം. എങ്കില് നീ എന്റെ ആന്റി ഒന്ന് അറസ്റ്റ് ചെയ്യിക്ക, ഞാനൊന്ന് കാണട്ടെ. ഓഹോ, നിനക്കിനി മതിയായിട്ടില്ലല്ലേ? നിന്നുണ്ടല്ലോ. നീ എന്റെ കൊച്ചിനെ അടിച്ചല്ലേ? നിന്നെ ഞാൻ എന്താ ദുർഗ ഇത്? നീ എന്താ ഈ കാണിക്കുന്നത്? ഈ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകളാവാൻ പോന്നവളുടെ മേല് കൈവെക്കുന്നോ? ഈ ഒരു ഒറ്റ കാരണം മതി നിന്നെ പിടിച്ച് ജയിലിലിടാൻ. അതിരെ, നീ കരയാതിരിക്കും. വേണ്ട ആന്റി, എന്നോടൊന്നും പറയണ്ട. എന്നെ അവളെ അടിച്ചത് ആന്റി കണ്ടതല്ലേ? കൊല്ലണമായിരുന്നു അവളെ. ആന്റി അത് ചെയ്തോ? എല്ലാവരും അത് കണ്ടു നിന്നു. മോളെ, നമുക്ക് സമയമുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഒരു നിമിഷം പോലും നിൽക്കില്ല. വഴിയിലൂടെ പോകുന്നവർക്ക് വന്ന് കയറി തല്ലാനല്ല എന്റെ മമ്മി ഡാനി എന്നെ വളർത്തിയത്. മോളെ, അതിരെ, നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ആന്റിക്ക് എന്നോടുള്ള സ്നേഹം എന്താ? ആ തുളസിയെ എതിരിടാൻ ഒരാള്, അത്രല്ലേ ഉള്ളൂ. അതൊന്നും അല്ല, നിന്നോട് എനിക്കിപ്പോ വലിയ സ്നേഹവും ഇഷ്ടവാ. വേണ്ട. ഇന്നാ വൃത്തികെട്ടവള് നിന്നെ അടിച്ചെങ്കിലും കൊണ്ടതെനിക്കാ. ഞാൻ ആന്റി, ദേ ആദ്യമായിട്ട് എനിക്ക് ബാം കൊണ്ടുവന്നു. ബാമോ? എന്തിന്? അത് പിന്നെ എന്നെ ആ കാട്ടു തുളസി തല്ലിയില്ലേ, ദാ ഇവിടെ പറട്ടാനാ. എന്താടാ, നീ ആതിരെ കളിയാക്കാൻ വന്നിരിക്കുകയാണോ? അല്ലമ്മേ. അതി കൂടുതൽ ഷോ കാണിക്കണ്ട. നിനക്കും നിന്റെ അച്ഛനും ആളുകളെ കളിയാക്കാൻ വലിയ മിടുക്ക, അതെനിക്കറിയാം.
ആ വേഷം കെട്ടല് ഇവളുടെ അടുത്ത് വേണ്ട. ആദ്യേട്ടനെ വഴക്ക് പറയല്ലേ ആന്റി? കേട്ടോടാ ഇവള് പറയുന്നത്? നിനക്ക് വേണ്ടിയാ ഇവള് അടികൊണ്ടത്. എന്നിട്ടും ഇപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ? എനിക്ക് വേണ്ടി അടി കൊണ്ടുവന്നു? അതെന്തിന്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇവളുടെ കയ്യിലിരിപ്പുണ്ട്, ഇവൾക്ക് അടി കൊണ്ടു. അതിനിടയിലേ എന്നെ പെടുത്തണ്ട. ഓഹോ, ആദ്യേട്ടൻ അപ്പൊ ഇത്ര നേരം എന്നെ കളിയാക്കുമായിരുന്നല്ലേ? പിന്നല്ലാതെ ഈ നിപ്പും ഭാവമൊക്കെ അവന്റെ അഭിനയമാ. അവന്റെ ഒരു ബാം അങ്ങോട്ട് കൊടുക്ക്. കൊണ്ടുപോടാ. സാധാരണ ഒരു ബെഡ് കോഫി കിട്ടാറുണ്ടായിരുന്നു, ഇന്ന് അത് കണ്ടില്ല. ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോത്തൊന്നുമില്ലല്ലോ. അതൊരു നിസ്സാര കാര്യമല്ല, ഞാൻ ശീലിച്ചു പോയ കാര്യമല്ലേ മംഗളം. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെങ്കിൽ ഒരു ബെഡ് കോഫി മസ്റ്റാ. നിങ്ങൾക്ക് ഉറക്കത്തിന്റെ ആലസ്യം. ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അതറിയൂ. എന്തുപറ്റി? കണ്ണിൽ വല്ല കുരുവോ മറ്റോ? കുരുവല്ല, കരട്. എന്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, തുളസി എന്ന കരട്. അതിനെ എടുത്തു കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകണം, എങ്കിലേ സമാധാനം ഉണ്ടാവും. നിന്റെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ തുളസി ഇപ്പൊ എന്താ ചെയ്തത്? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഒന്ന് ശാന്തേട്ടൻ കേട്ടില്ലേ? ഞാൻ പരിതപിച്ചതും കണ്ണീരൊഴുക്കിയതും അല്ല വെറുതെ. ഓ, ഇന്നലത്തെ അടിപ്രശ്നമാണല്ലേ? അതിനെ തുളസി ചെകിട്ടത്തടിച്ച കാര്യമല്ലേ? ഓർമ്മയുണ്ട്. ആതിരയുടെ ചെകിട്ടത്ത് അവള് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേ അളവിൽ തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം. ഇതിനു മുമ്പ് ഒരിക്കൽ ആതിര തുളസി കിട്ടുന്നു കൊടുത്തതല്ലേ? ഓ, അതിന്റെ കലിപ്പാണ് അവൾക്കെന്ന് എനിക്കറിയാം. ആ കലിപ്പ് തീർന്ന സ്ഥിതിക്ക് രണ്ടുപേരും സമാസമായില്ലേ? ഇനി നീയായിട്ട് അതിന്റെ ഇടയ്ക്ക് കയറി ചെന്ന് അത് നീ റീസ്റ്റാർട്ട് ചെയ്യണോ? അതെ, ശാന്തേട്ടന് അത് പറയാം. അടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ പേരക്കുട്ടിക്കാ. ആ കരച്ചിലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഉറങ്ങാൻ പറ്റാത്ത വിധം അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നീ എന്തിനായി പിള്ളേരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? ആ, എനിക്കിത് ആവശ്യമില്ലാത്ത ഇടപെടലല്ല. എന്റെ ആതിരമോളുടെ മുഖത്തടിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. എന്താ നിന്റെ പ്ലാൻ? എന്റെ പ്ലാൻ അത് വഴിയെ കാണാം. അത് താങ്ങാൻ തുളസിക്ക് കഴിയുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് സാർ, എന്നെ അറസ്റ്റ് ചെയ്യോ? ആ, ഇങ്ങനെ പോയാൽ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. DGP ദുർഗാപ്രസാദിന്റെ ഉത്തരവായിരിക്കും. നീ എവിടെയാടി അടയ്ക്കാക്കുരുവി? അടയ്ക്കാക്കുരുവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കോ? എവിടേക്കാണാവൂ ഈ പറക്കൽ? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചൊന്നും അല്ലല്ലോ അടയ്ക്കാക്കുരുവികൾ പറക്കാറുള്ളത്. ഓ, എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊത്തി തിന്നും, പിന്നെ വേറെ എവിടേക്കെങ്കിലും പറക്കും. ആ, അതുപോട്ടെ, എന്താണ് ഈ ഫോൺ കോളിന്റെ ഉദ്ദേശം? ആ എങ്കിലേ ലക്ഷ്യബോധമില്ലാതെ പറക്കുന്ന അടയ്ക്കാക്കുരുവി ഇവിടം വരെ ഒന്ന് പറന്നിട്ട് പോണം. എവിടം വരെ? ദേവമംഗലം വരെയോ? അയ്യോ, നമ്മളില്ലേ? അതെന്താ? ആ, അവിടെ എന്റെ ദുർഗമ്മ കെണിവെച്ചിട്ടുണ്ടാവും എന്നെ പിടിക്കാനായിട്ട്. അവരിപ്പോ വെറും ദുർഗയല്ലല്ലോ, പ്രതികാര ദുർഗയല്ലേ? അയ്യോ, നീ ഇങ്ങോട്ട് വാ. എന്ത് കണ്ണിച്ചോരയില്ലാത്ത വർത്താന മാമനി പറയുന്നേ? ഈ അവസ്ഥയിൽ ഞാൻ അവിടെ വന്നാലേ എന്നെ മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചു കുടിക്കില്ലേ ദുർഗമ്മ? എടീ, അവളിപ്പോ ഇവിടുന്ന് പോവും. എവിടേക്ക്? അവളും ആതിരയും ആദ്യം സുലുവും കൂടെ പുറത്തു പോകാനിരിക്കുക. ആ, അങ്ങനെ പറ. ഞാനും വിചാരിച്ചു എന്റെ മാമൻ ഇത്രയും ധൈര്യമൊന്ന്. ആ, അവര് പോയാ നമുക്കെന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ. എന്നെ പിടികൂടാൻ വേണ്ടി അവിടെ CC ക്യാമറ ഒന്നും വെച്ചിട്ടുണ്ടാവില്ലല്ലോ. ഓടി പൊട്ടിക്കാളി, നീ ഇങ്ങോട്ട് വേഗം വാ. ഓക്കെ മാമ, ഞാൻ എന്താ വരിക. ആ, എന്നാ ആദ്യം അത് പറയണ്ടേ? സാർ എന്നോട് ചോദിച്ചില്ലല്ലോ. മോള് ജയശീലന്റെ മകളല്ല, ACP പ്രസാദ് സാറിന്റെ മരുമകളാ. മോളുടെ പേരെന്താ? തുളസി. ആ, എവിടേക്കാ പോകുന്നേ? സാറ് പറഞ്ഞ ACP പ്രസാദിന്റെ വീട്ടിലേക്കാ. ആ, ഞങ്ങള് പുതിയൊരു ഡ്യൂട്ടിയിലാ. ഈ വഴി പോകുന്നവർ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നെല്ലാം ഡീറ്റെയിൽസ് എടുക്കണം. ഓ, ഞാൻ വിചാരിച്ചു ഹെൽമെറ്റ് വെക്കാത്തവരെ പിടിക്കാനായിട്ട് നിൽക്കായിരിക്കും. ഈയിടെ ക്രിമിനൽസിന്റെ ശല്യം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണം. ഓ, അച്ഛൻ മോളോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കാണും. എന്തായാലും മോള് സൂക്ഷിക്കണം.
മോള് പേടിക്കണമെന്ന് കരുതിയായിരിക്കും അച്ഛനൊന്നും പറയാത്തത്. എന്താ സർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്ന് ആഭ്യന്തരമന്ത്രിയുടെ മകളെ ബന്ദിയാക്കിയ ക്രിമിനലിനെ കൊലപ്പെടുത്തിയത് ജയശീലനാണല്ലോ. അതിന്റെ വാശിയുണ്ട് അവർക്ക്. അവര് തുളസിയെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും സംശയം തോന്നിയാ പെട്ടെന്ന് മോള് വിവരം അറിയിക്കണം. ഓക്കെ സർ. എന്നാ തുളസി വയ്ക്കോ. വണ്ടി മാറ്റി നിർത്തിയിട്ട് വണ്ടിയുടെ ബുക്ക് അങ്ങോട്ട് മാറ്റി നിർത്ത്. സാറേ ഹെൽമെറ്റ് ഇല്ലാതെ വന്നേ. സാർ എന്താ ആലോചിക്കുന്നേ? അത് കഷ്ടമായി പോയല്ലോ. ഏത് സർ? അല്ല, നിന്നെ കൂട്ടാതെ അവര് പർച്ചേസിന് പോയതേ. എന്നോട് പിന്നൊരിക്കൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓ, അപ്പൊ കാര്യം അത് തന്നെ. തുളസി ഇവിടെ വരുന്നതിന് മുമ്പായി ഇവളെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ദുർഗയുമായി അനാവശ്യ കാര്യത്തിന് വേണ്ടി അടിയുണ്ടാക്കേണ്ടി വരും. സാറിന് എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല. പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചു തടവുന്നേ? നെഞ്ചുവേദനയൊക്കെ എപ്പോഴേ പോയി. എന്തായാലും തുളസിയുടെ കഠിനവ്രതം സാറിന് രക്ഷിച്ചു. എല്ലാവരും അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നെങ്കിലും അവസാനം ആ അന്ധവിശ്വാസം തന്നെ ജയിച്ചു. സുലുവിന് പുറത്തു പോണെങ്കിൽ പൊയ്ക്കോളൂ. വേണ്ട സർ, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ ഇവിടെ സഹായത്തിന് വേറെ ആരാ ഉള്ളത്? എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തോണ്ടാണോ ഒന്ന് വഴിയിൽ കുഴഞ്ഞു വീണത്? അന്ന് ഏതോ ഒരു സ്ത്രീ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ തേങ്ങ പൊട്ടിച്ച് വെള്ളം തന്നോണ്ടല്ലേ സാർ ഇപ്പോഴും ഇവിടെ ജീവനോടെ നിൽക്കുന്നേ? അതൊക്കെ കഴിഞ്ഞില്ലേ. ഞാനിപ്പോ റോഡിലൊന്നും അല്ലല്ലോ, വീട്ടിനകത്തല്ലേ. ഇനിയിപ്പോ അഥവാ ദാഹിച്ചാൽ തന്നെ എടുത്തു കുടിക്കാൻ ഇവിടെ വെള്ളം ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് സുരു ടെൻഷൻ അടിക്കണ്ട. ഞാനിവിടെ സാറിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയെന്ന് ദുർഗേച്ചി എങ്ങാനും അറിഞ്ഞാ ആ നിമിഷം എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. എന്നാലും അത് ശരിയായില്ല. നിന്നെ അവളിവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോയത് വല്ലാത്ത വിഷമായി പോയി എനിക്ക്. ഇപ്പൊ എന്താ ചെയ്യ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം. നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ പോയി വാങ്ങിക്കും, കേട്ടോ? എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള എന്തോ പ്ലാനാണ്. കോഫി കഴിക്ക്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചു, നീ കഴിക്ക്. എന്നാലും അതാരായിരിക്കും വന്നത്? പ്രിയയോ അതോ തുളസിയോ? എന്തായാലും അവളിവിടുന്ന് പോയിട്ടില്ല. സാധാരണ ഒരു കോഫി പോലും മുഴുവൻ കഴിക്കാത്ത പ്രസാദ് സാറ് 2 കോഫിയുമായും പോയി. നീ ഇരിക്ക്. ഇവിടെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചു കളഞ്ഞു. അതിനെന്താ, നിനക്കേ ഒളിച്ചു കിടക്കാനുള്ള ട്രെയിനിങ് കിട്ടിയില്ലേ? അതെ, ഇനി നല്ലൊരു പയ്യനെ കൂടി കണ്ടെത്തണം. നോക്കാം. ഇപ്പോഴോ? നോക്കാം, സമയാവുന്നല്ലേ ഉള്ളൂ. കുറച്ചു കാലം കൂടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കട്ടേന്നേ. ആ സുലുവിനെ അടിച്ചു ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്റെ ഓരോ ഐഡിയയും അവളുടെ മുമ്പിൽ വിലപ്പോയില്ല. ഐഡിയയുടെ ഹോൾസെയിൽ ഡീലറല്ലേ ഞാൻ? അപ്പോഴല്ലേ എന്നെ വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ സുലുവിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന്? ആഹാ, നീ എന്ത് ഐഡിയ ആയിരിക്കും പ്രയോഗിക്കുക? ആദ്യയും ആതിരയും തമ്മിൽ ഒന്നിപ്പിക്കുക, അതാണ് അവളുടെ ഉദ്ദേശം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ മാമൻ എന്തിനാ അവരെ എതിർക്കുന്നേ? ആ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്ടമാണ്. ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും നിലനിൽക്കില്ല. അല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും സാധനം സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടോ? ഈ ജീവിതം അത് ഇഷ്ടമുള്ളവർ തമ്മിൽ ഒരുമിച്ച് കഴിയലാണ്. ആദിയെ സംബന്ധിച്ച് ആതിരയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ദുർഗാമ്മയ്ക്ക് ആദ്യം ആതിരെ ഒരുമിച്ച് കഴിയണമെന്നാവും. എല്ലാം ആ മംഗളാപ്പച്ചിയുടെ വാശിയ. മുൻവൈരാഗ്യം തീർക്കാൻ അപ്പച്ചി ആദിയുടെയും ആതിരയുടെയും ജീവിതം വെച്ച് കളിക്കുക. ഇനി ചിലപ്പോ TV വെച്ചതായിരിക്കോ? ആ റൂമില് TV ഇല്ലല്ലോ.
സാർ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചതാണെങ്കിലോ? അതിന് സാറിന്റെ ഫോൺ ഇവിടെ ഇരിക്കല്ലേ? ആരോടായിരിക്കും സാറ് സംസാരിച്ചത്? ആരോ അതിനകത്തുണ്ട്, ആ കാര്യം ഉറപ്പാ. ചേച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ സാറിന്റെ റൂമിൽ കയറി പരിശോധിക്കുന്നത് മോശമില്ലെന്ന് വിചാരിച്ചിട്ടാ നോക്കാതിരുന്ന. തുളസിയോ പ്രിയയോ അവര് രണ്ടുപേരിൽ ആരോ ആണ്. ഈ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ ദുർഗേച്ചി എന്നെ വിശ്വാസത്തോടെ ഇവിടെ നിർത്തിയിട്ട് പോയത്. കൺമുന്നിൽ കാണിച്ചു കൊടുത്ത എനിക്കൊരു സമ്മാനം ഉറപ്പാ. ഹലോ, ആ ദുർഗേച്ചി എവിടെയാ? എന്താ കാര്യം പറ. ചേച്ചി എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വാ. എന്തുപറ്റി? പ്രസാദേട്ടൻ എന്തെങ്കിലും വയ്യായിക? സാറിനൊരു കുഴപ്പമില്ല. പിന്നെ അത് പിന്നെ എന്താ കാര്യമെന്ന് വെച്ചാ പറ. ചേച്ചി സാറിന്റെ റൂമിൽ ആരോ ഉണ്ട്. ആര്? അതറിയില്ല. അകത്തിരുന്ന് സാർ ഏതോ സ്ത്രീയോട് സംസാരിക്കുന്നത് കേട്ടു. അതാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെയാ ഞാനും വിചാരിച്ചത്. പക്ഷെ അതല്ല. തുളസിയോ പ്രിയയോ അവര് രണ്ടുപേരിൽ ആരോ ഒരാൾ സാറിന്റെ റൂമിൽ കയറി പറ്റിയിട്ടുണ്ട്. കയറി പറ്റാൻ നീ കണ്ടില്ലേ അവൾ അവിടെ വരുന്നത്? ഇല്ല ചേച്ചി, എങ്ങനെ അകത്തെത്തിയെന്ന് എനിക്കൊരു പിടിയുമില്ല. പിന്നെ നിന്നെ ഞാൻ എന്തിനാ അവിടെ നിർത്തിയിട്ട് പോന്നത്? ഒളിച്ചു കയറിയ ഞാൻ എങ്ങനെ കാണാനാ ദുർഗേച്ചി? നീ പ്രസാദേട്ടന്റെ റൂമിന്റെ ഡോർ തുറന്നു നോക്ക്. ഡോർ ഞാൻ തുറപ്പിച്ചു. എന്നിട്ട് അകത്ത് കയറി പരിശോധിക്കുന്നത് മോശമല്ലേ? ചേച്ചി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. രണ്ടുപേരും ഇപ്പൊ റൂമിലുണ്ട്. നമുക്ക് കൈയോടെ പിടികൂടാം. ഞാൻ വരാം. ചിരിച്ചോ ഞാൻ പെട്ടപാടെ എനിക്കേ അറിയുള്ളൂ. എന്തായാലും നിന്റെ ദുർഗാമ്മ ഇപ്പോ റൂം മുഴുവൻ തെരഞ്ഞു മടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. എന്തോ സംശയം തോന്നിയോണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് തിരിച്ചു വന്നത്. എന്തായാലും സുലുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു. അവര് ദുർഗാമ്മയെ വിളിച്ചു വരുത്തിയതാവാനാ സാധ്യത. നിന്നെ സമ്മതിക്കണം തുളസി. സമ്മതിക്കേണ്ടത് എന്നെയല്ല, എന്റെ മാമനെയാ. മാമന്റെ ഐഡിയ. മാമനാ എന്നെ അത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തിറക്കിയത്. പോലീസ് ബുദ്ധിയല്ലേ, മോശമാവില്ലല്ലോ. മാമന്റെ ബുദ്ധിയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, ACPയുടെ തലയടി. ഞാനൊരു സാധാ കോൺസ്റ്റബിളിന്റെ മോളല്ലേ. നീ നിന്റെ മാമനെ വിളിച്ചു നോക്കിയോ? അവിടെ ശേഷ സ്ക്രീനിൽ എന്താന്ന് അറിയണ്ടേ? അതറിയില്ല, കുറച്ച് കഴിയട്ടെ, വിളിച്ചു നോക്കാം. മാമൻ ACP ആണ്, ബുദ്ധിരാക്ഷസനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എതിർകക്ഷിയെ ദുർഗാമ്മയാ. ദുർഗാമ്മയ്ക്ക് മുമ്പിൽ മാമൻ വെറും ഒരു സാധാരണ മനുഷ്യൻ പോലും അല്ല ചിലപ്പോ. അതറിയാം. നീ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. നിങ്ങൾ രണ്ടുപേരെ ആ റൂമിൽ വെച്ച് ദുർഗാമ്മ കണ്ടിരുന്ന നിങ്ങളുടെ സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്ക്. എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. മാമൻ പിന്നെ ദുർഗാമ്മയുടെ മുമ്പില് ഒന്നിനും കൊള്ളാത്തവനായി മാറും. നിനക്ക് പിന്നെ ദേവമംഗലത്തിന് പടി കയറാൻ പറ്റാത്ത അവസ്ഥയാവും. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ദേവമംഗലത്തിന്റെ പടി ചവിട്ടാനുള്ള അധികാരം എനിക്കിപ്പോഴും ഇല്ല. എനിക്കെന്നല്ല, എനിക്കും അമ്മയ്ക്കും മുമ്പിൽ ആ പടിവാതിൽ എന്നെ കൊട്ടിയടച്ചതല്ല. ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. നീ കേറ്, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിക്കടി, നീ എങ്ങനെ അത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്ത് കടന്നേന്ന് പറ. ഞാനല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ ACP സാറാണെന്ന് പറഞ്ഞില്ലേ? എന്നാലും അത് എങ്ങനെയായിരുന്നു പറ. അറിയാനൊരു ആങ്സൈറ്റി, അതുകൊണ്ടാടി പറ. അതൊക്കെ ഒരു സീക്രട്ടാ. പറഞ്ഞെന്നാലേ നീ അത് ഉപയോഗിച്ച് വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് എന്റെ മോള് തൽക്കാലം ആ കള്ളത്തിനൊന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ. വാ. ആതിരയെ തനിച്ചാക്കി അവനോട് എവിടെ പോയി ഒളിക്കാനാ പ്രസാദേട്ടൻ പറഞ്ഞത്? എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കൊണ്ടുവരും. ഒളിക്കാനോ? നീ എന്തായി പറയുന്നത്? പ്രസാദേട്ടനല്ലേ പറഞ്ഞത് സിറ്റിയിൽ ക്രിമിനൽസ് കൂടിയിട്ടുണ്ടെന്നും അവര് യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നതെന്നും. അങ്ങനെ റിപ്പോർട്ടുണ്ട്. ആദിയുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കി. ആതിരെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാവും അവനോട് അവളെ അവിടെ തനിച്ചാക്കിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞത് അല്ലേ? ആദ്യം ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവന്റെ ഏതൊരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയിട്ട് ആതിരെ ബീച്ചിൽ നിർത്തിയിട്ട് പോകേണ്ടി വന്നെന്ന. നിന്നോടേ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവള് വന്നിട്ടുണ്ട്. അല്ല, അവന്റെ ഏത് ഫ്രണ്ടിനാ ഇത്ര പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയത്? അതൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് തിരിച്ചെത്താന്ന് കരുതിയാണത്രേ ആതിരയെ അവിടെ ആക്കിയിട്ട് പോയത്. പക്ഷേ ആ പയ്യന് സീരിയസ് ആണത്രേ. എന്തായാലും ആ തിരക്കിനിടയിലും അവൻ ആതിരയെ ഓർത്തല്ലോ. അപ്പോ അവനവളോട് സ്നേഹമുണ്ട്. അത് പിന്നെ ആരായാലും ഓർക്കില്ലേ?
ഒരു പെൺകുട്ടിയെ വഴി നിർത്തി പോയിട്ട് അവളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ മാത്രം ഉത്തരവാദിത്വം ഇല്ലാത്തവനല്ല ആദി. അവന്റെ ഉത്തരവാദിത്വം നിങ്ങളായിട്ട് ഇല്ലാതാക്കാതിരുന്നാ മതി. ദുർഗ, ആദിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അവന്റെ കാര്യത്തിൽ ആവശ്യമുള്ള ശ്രദ്ധയൊക്കെ എനിക്കുണ്ട്. ഇത് അതുപോലെയല്ല ദുർഗ. അവൻ ക്രിമിനൽസിന്റെ നോട്ടപ്പുള്ളി ആവാൻ സാധ്യതയുണ്ട്. അന്നത്തെ ആ വെടിവെപ്പിന്റെ ഭാഗമായിട്ട് ഞാനും അവരുടെ ലിസ്റ്റിലുള്ള ആളായിരിക്കും. എന്നോടുള്ള പക അവരാദിക്ക് നേരെ പ്രയോഗിക്കും. എന്നെ വേദനിപ്പിക്കാൻ അവർ പ്രയോഗിക്കുന്ന വഴി അതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതിനിടയിൽ ക്രിമിനൽസിനെ എല്ലാം പോലീസ് വലയിലാക്കും. ആദിമോന്റെ കാര്യം എന്ത് ചെയ്യും? അത് പറ. അവനെ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറ്റാം. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയുള്ളൂ. എങ്കിലേ അവനെ ആതിരയും കോഴിക്കോടുള്ള ആതിരയുടെ അച്ഛന്റെ വീട്ടിലേക്ക് അയക്കാം. അവിടെയാവുമ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ അവനെ ബാംഗ്ലൂരുള്ളൊരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് അയച്ചാലെന്നൊരു ആലോചനയുണ്ട്. അപ്പോ ആതിരയുടെ ജീവൻ ഒരു വിലയില്ലേ? അവളെ ക്രിമിനൽസ് ആക്രമിക്കില്ലേ? കല്യാണം ആലോചിക്കുന്നുണ്ട്, വേറെയല്ല. ആദിമോൻ അവിടെ എന്തിനും തയ്യാറായി നിൽക്കുമ്പോ ഞാൻ എന്തിനാ അവക്ക് വേറെ ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നേ? അതിനൊരു കുഴപ്പമില്ല. സ്വർഗത്തിലിരുന്ന് ഭൂമിയിലെ മനുഷ്യരുടെ വിവാഹം നിശ്ചയിക്കുന്ന ദൈവം വിചാരിച്ചാ പോലും അത് മുടക്കാനാവില്ല. ആതിര ദേവമംഗലത്തെ മരുമകളായി വരിക തന്നെ ചെയ്യും. ഇനി നിനക്കതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറ, നമുക്ക് ആലോചിക്കാം. പറഞ്ഞോ. ഇനി ആദിയും ആതിരയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുളസിക്ക് വേണ്ടി കണ്ടുവച്ച പയ്യനായിരുന്നു ആദി എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ദുർഗയോടൊരു വാക്കു പറഞ്ഞ അവൾ ആ നിമിഷം തന്നെ തുളസിയെ നിലവിളക്ക് വച്ച് മരുമകളായി സ്വീകരിച്ചിരിക്കും. നിനക്കറിയാവുന്നതല്ലേ, അത്രയ്ക്ക് ഇഷ്ടമാ ദുർഗയ്ക്ക് നിന്റെ തുളസിയെ. പ്രിയ, നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മംഗളപ്പച്ചോട് പറ. എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഏത് നിമിഷവും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കും. അങ്ങനൊരു പേടി നിന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീ എന്റെ ആതിരമോൾക്ക് വേണ്ടി വേറെ ചെറുക്കനെ അന്വേഷിക്കാൻ തിടുക്കം കൂട്ടിയത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ നല്ല അസലായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ പെങ്ങളല്ലേ. നിന്റെ മനസ്സൊന്നു പെടഞ്ഞ അതെനിക്ക് മനസ്സിലാവും. നിന്റെ മകളെ ദുർഗയ്ക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. ആജന്മ ശത്രുക്കളായ കീരിയേയും പാമ്പിനെയും വെല്ലുന്ന ശത്രുക്കൾ. അങ്ങനെയുള്ള ഒരുവളുടെ വീട്ടിലേക്ക് എന്ത് ധൈര്യത്തിലാ നീ നിന്റെ മകളെ കെട്ടിച്ചയക്കാൻ നോക്കുന്നത്? തുളസിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും മനസമാധാനം കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്കും വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? ദുർഗേച്ചിയാണല്ലോ ആദിയുടെയും തുളസിയുടെയും കാര്യത്തിൽ എതിർപ്പ് കാണിക്കുന്നത്. അപ്പൊ പിന്നെ അവര് ചിന്തിക്കുന്നതൊക്കെ മംഗള അപ്പച്ചിയിലൂടെ നമ്മളിലെത്തിക്കും. ഇതങ്ങനെയല്ല. നമ്മുടെ മോളുടെ കുറ്റവും കുറവും അവൾക്ക് ഇല്ലാത്ത സാമ്പത്തിക സൗകര്യങ്ങളും എല്ലാം നിർത്തിയിട്ട ആദിമോനെ യോജിച്ചതല്ല തുളസി എന്ന് അവര് പറഞ്ഞത്. ആതിരയുടെ ആലോചനയായിട്ട് അവര് മുന്നോട്ട് പോവാന്നും പറഞ്ഞു. ജയേട്ടാ, നമ്മളിപ്പോ എന്താ ചെയ്യ? കുട്ടികളുടെ മനസ്സ്. ആദിമോന് ഇനി വല്ല മനമാറ്റം ഉണ്ടായാലോ? അങ്ങനെ സംഭവിക്കുമോ? പറയാൻ പറ്റില്ല. എല്ലാ ഭാഗത്തുനിന്നും അവനെ നിർബന്ധിക്കുമ്പോ അവന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവാലോ. അരുതാത്തൊന്നും ചിന്തിക്കണ്ട. എത്രയോ വർഷങ്ങളായി ദുർഗേച്ചി ആദിയും തുളസിയും വേർപിരിക്കാൻ നോക്കുന്നു. കുട്ടികളായിരിക്കുമ്പോ ചെയ്ത പ്രവൃത്തികളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? നീ ഈയിടെയായിട്ട് നിസ്സാര കാര്യത്തിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഓർമ്മയില്ലേ? മനസ്സിന് ടെൻഷൻ കൊടുക്കരുത്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ കഴിയണ്ടേ.
മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വരിക, നല്ലതും ചീത്തയൊക്കെ ആയിട്ട്. എങ്ങനെ ഞാൻ എന്റെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക? അതിനിടയിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളും. നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടല്ലോ, നമ്മുടെ കുട്ടികളെയും വിശ്വസിക്കുക. ആദിയെയും തുളസിയെയും ഒരുമിപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. ദൈവം അത് കേൾക്കും. ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കല്യാണങ്ങൾ നടത്താൻ വേണ്ടി പണ്ട് മുതലേ നടത്തിപ്പോരുന്ന ഒരു ആചാരമാണിത്. അതൊക്കെ പഴഞ്ചൻ പരിപാടിയാ. ന്യൂജൻ പിള്ളേരൊന്നും ഇതിന് നിൽക്കില്ല. ആദ്യേട്ടൻ പ്രത്യേകിച്ചും. ആദ്യേട്ടനെ പറ്റി ഇത്ര മോശമായി ചിന്തിക്കാൻ പാടില്ലായിരുന്നു സുലു ആന്റി. അത് കൊള്ളാലോ. എന്റെ ചിന്തയ്ക്കായോ ഇപ്പൊ കുഴപ്പം? പിന്നെ അല്ലാതെ പഴയ പൈങ്കിളി ഏർപ്പാടൊന്നും ഇപ്പൊ ഇല്ല. ചില രീതികൾ മാറിയിട്ടുണ്ടാവും എന്നല്ലാതെ പൈങ്കിളിക്ക് ഇതുവരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏത് ബുദ്ധിജീവി ആയാലും കയ്യിലിരിപ്പ് പൈങ്കിളിത്തരം തന്നെ ആയിരിക്കും. നീ ഏതായാലും ആദ്യം ഫോണിൽ വിളിച്ചോണ്ടിരിക്കാൻ മറക്കണ്ട. ചിലപ്പോ അവൻ തിരിച്ചു വരുമ്പോഴേ അവന്റെ കൂടെ തുളസിയും ഒക്കത്തൊരു കുഞ്ഞും കാണും. അയ്യോ, കൃഷ്ണഭഗവാൻ അമ്മാവനായ കംസനെ വധിച്ചതുപോലെ ഇവിടെ ദുർഗാവധം നടക്കുമെന്ന എന്റെ പേടി. അപ്പോഴാ നിന്റെ വായിന്ന് തലയുളിത്തരം വീണാലേ ACP ആണെന്നൊന്നും ഞാൻ നോക്കൂല. നല്ല അടിവെച്ചേരും ഞാന്. അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കേ. സത്യം പറയണം. സത്യമേ പറയൂ. എങ്കിൽ പറയും. ഗുരുവായൂരും തൃക്കൂട്ടൂർ അമ്പലവും തമ്മില് എത്ര ദൂരമുണ്ട്? അത് എന്റെ അമ്മേ, തുളസി തൃക്കൂട്ടൂർ അമ്പലത്തില് കഠിന വ്രതം അനുഷ്ഠിക്കാൻ പോയപ്പോ അവക്ക് കൂട്ടുപോയത് അമ്മയല്ലേ? ഷെടാ, എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര ഒരു അഭിനയവും. അയ്യടാ. അതെ, ജയൻ ഇവിടെ വന്നിരുന്നു, എല്ലാം പറഞ്ഞു. പിന്നെ ആരാടാ അവൾക്ക് കൂട്ടുപോയേണ്ടത്? തീർച്ചയായും ഇത്രയും പുണ്യം ചെയ്ത അമ്മ തന്നെയാ അവക്ക് വഴികാട്ടിയായിട്ട് പോവേണ്ടതും. പിന്നെ തുളസിമോളുടെ കൂടെ തൃക്കോട്ടൂർ അമ്പലത്തിൽ ഞാനുണ്ടായിരുന്ന കാര്യം ദുർഗയോട് നീ പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് ഞാൻ പറയൂ. അതൊക്കെ ദുർഗ അറിഞ്ഞാലേ അതോട് തീരില്ലേ ദുർഗയ്ക്ക് അമ്മയോടുള്ള എല്ലാ അടുപ്പവും. എനിക്കൊന്നും മറച്ചു വെച്ച് ശീലമില്ല. ദുർഗ എങ്ങാനും അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അമ്മ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് സംസാരിച്ചാ മതി. ധർമ്മം ജയിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ പോലും പല സത്യങ്ങളും മറച്ചു വെച്ചിട്ടില്ലേ? അങ്ങനെ സമാധാനിക്കാം. ജയിക്കും അമ്മേ. ദുർഗയും തുളസിയും തമ്മില് ശരിക്കും നടക്കുന്നത് യുദ്ധം തന്നെയാ. അവർക്കിടയിൽ വേദനിക്കുന്നത് നീയും പ്രിയയല്ലേ? എല്ലാം കലങ്ങി തെളിയുന്നൊരു ദിവസം വരുമമ്മേ. ആ ഒരു പ്രതീക്ഷയിലാണല്ലോ ഞാൻ ജീവിക്കേണ്ടത്.